നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങൾ അരങ്ങ് തകർക്കുകയാണല്ലോ. വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്നിപ്പം FC ബാഴ്സലോണയും AC മിലാനും തമ്മിൽ കളിച്ച മത്സരം 2-2 സമനില. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി ബാഴ്സലോണയെ 3-4 ഷൂട്ടൌട്ടിൽ AC മിലാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മത്സരം 90 മിനിറ്റ് കഴിയുമ്പോൾ 2-2 സമനിലയായിരുന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടി 2 ഗോളുകൾ നേടിയത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. മറുഭാഗത്ത് AC മിലാനു വേണ്ടി ജോവിച്ചും പുലിസിച്ചുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഗോളും അസിസ്റ്റുമായിട്ട് പുലിസിച്ച് മികച്ച പ്രകടനം നടത്തിയ മത്സരമായിരുന്നു. കളിയില് ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി, അദ്ദേഹത്തോടൊപ്പം റാഫീഞ്ഞ, പാവ് വിക്ടർ, ഇൽകെ ഗുണ്ടോഗൻ എന്നിവരൊക്കെ അണിനിരുന്നു ആദ്യ 11-ൽ. മറുഭാഗത്ത് ജോവിച്ചിനെ മുന്നിൽ നിർത്തിയൊപ്പം റാഫേൽ ലിയാവോ, പുലിസിച്ച്, ജക്വീസ് എന്നിവരെയൊക്കെ ഇറക്കിക്കൊണ്ടാണ് AC മിലാനും കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ 10ാമത്തെ മിനിറ്റിൽ തന്നെ ജോവിച്ചിലൂടെ AC മിലാൻ ലീഡ് എടുത്തിരുന്നു. തുടർന്ന് 15ാമത്തെ മിനിറ്റിൽ പുലിസിച്ചിന്റെ ഗോൾ കൂടി വന്നപ്പോൾ മത്സരം 15 മിനിറ്റ് തികയും മുമ്പ് തന്നെ അവര് 2 ഗോളിന്റെ ലീഡിലേക്ക് കടന്നുപോയി. പക്ഷെ ബാഴ്സലോണ പിന്നീട് തിരിച്ചടിച്ചു. 22ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി തന്റെ ആദ്യ ഗോൾ കണ്ടെത്തി. ഇടവേള സമയത്ത് 2-1 AC മിലാൻ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 58ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി തന്റെ ബ്രേസ് പൂർത്തിയാക്കി. പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായി. ലെവൻഡോസ്കിക്ക് പകരം വിക്ടർ റോക്കിനെയൊക്കെ കോച്ച് ഇറക്കിയിരുന്നു. പക്ഷെ മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു. അതിനെ തുടർന്നാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. ഷൂട്ടൌട്ടിലാണ് മത്സരം 3-4 എന്ന രൂപത്തിൽ പിന്നീട് AC മിലാൻ വിജയിച്ച് കയറിയത്. ഷൂട്ടൌട്ടിലെ സ്കോറാണ് 3-4. 90 മിനിറ്റ് കഴിയുമ്പോൾ 2-2. ഹൂൾസ് കൂണ്ടയും അതുപോലെ യൂനിയൻറ്റും പിന്നെ ഫായയും ബാഴ്സയ്ക്ക് വേണ്ടി ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ മറുഭാഗത്ത് ബെനാസറും അതുപോലെ കലൂലുവും AC മിലാന്റെ ഭാഗത്തും ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ പ്രീ സീസൺ ഫ്രണ്ട്ലി ഷൂട്ടൌട്ടിൽ AC മിലാൻ വിജയിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.